നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ 10-15 വർഷക്കാലമായി ഫുട്ബോൾ ലോകം അടക്കി ഭരിച്ച രണ്ട് ഇതിഹാസങ്ങളാണ് ലയണൽ മെസ്സിയും ക്രിസ്ത്യാനോ റൊണാൾഡോയും. നമുക്കറിയാം, ഇരുവരും പലപ്പോഴും ഇഞ്ചോടിഞ്ച് പോരാട്ടം നടത്തിയിട്ടുണ്ട്. ഈ ഒരു കാലയളവിൽ ഒരുപാട് കിരീടങ്ങളും അതുപോലെ തന്നെ വ്യക്തിഗത നേട്ടങ്ങളും ഇവർ സ്വന്തമാക്കിയിട്ടുണ്ട്. ഏതായാലും കഴിഞ്ഞ 2009 ശേഷമുള്ള ചില കണക്കുകൾ ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. അതായത് 2009 ശേഷം യൂറോപ്പിലെ ടോപ്പ് 5 ലീഗുകളിൽ ഏറ്റവും കൂടുതൽ മാൻ ഓഫ് ദി മാച്ച് പുരസ്കാരങ്ങൾ സ്വന്തമാക്കിയ താരങ്ങളുടെ ലിസ്റ്റ്, അഥവാ 10 താരങ്ങളുടെ ലിസ്റ്റാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുള്ളത്. നമുക്ക് അതൊന്ന് പരിശോധിക്കാം. ഒന്നാം സ്ഥാനത്ത് മറ്റാരുമല്ല, ലയണൽ മെസ്സി തന്നെയാണ്. അദ്ദേഹം വളരെയധികം മുന്നിലാണ്. 628 മത്സരങ്ങൾ അദ്ദേഹം യൂറോപ്പിലെ ടോപ്പ് 5 ലീഗുകളിൽ കളിച്ചപ്പോൾ 324 മത്സരങ്ങളിലും മാൻ ഓഫ് ദി മാച്ച് പുരസ്കാരം സ്വന്തമാക്കിയത് മെസ്സിയാണ്. 51% മത്സരങ്ങളിലും അദ്ദേഹം ഈ ഒരു ഏറ്റവും മികച്ച താരത്തിനുള്ള അവാർഡ് നേടി എന്ന് പറയുമ്പോൾ ബഹുദൂരം അദ്ദേഹം മുന്നിലാണ്. രണ്ടാം സ്ഥാനത്ത് ക്രിസ്ത്യാനോ റൊണാൾഡോയാണ് വരുന്നത്. 612 മത്സരങ്ങളിൽ 176 മത്സരങ്ങളിൽ അദ്ദേഹം ഇപ്പോൾ ഈ ഒരു മാൻ ഓഫ് ദി മാച്ച് പുരസ്കാരം നേടി. 28.8% അദ്ദേഹത്തിന്റെ ഒരു പെർസെന്റേജ് ആയിക്കൊണ്ട് വരുന്നത്. ഇനി 336 മത്സരങ്ങളിൽ നിന്ന് 90 മാൻ ഓഫ് ദി മാച്ച് പുരസ്കാരങ്ങൾ സ്വന്തമാക്കിയ നെയ്മർ ജൂനിയർ മൂന്നാം സ്ഥാനത്താണ് വരുന്നത്. 26.8% മത്സരങ്ങളിലും അദ്ദേഹം മാൻ ഓഫ് ദി മാച്ച് നേടി എന്നുള്ളതാണ്. നാലാം സ്ഥാനത്ത് സ്ലാറ്റൻ ഇബ്രാഹിമോവിച്ച് വരുന്നു. 396 മത്സരങ്ങളിൽ നിന്ന് 96 മാൻ ഓഫ് ദി മാച്ച് പുരസ്കാരങ്ങൾ അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട്. നെയ്മറേക്കാൾ മാൻ ഓഫ് ദി മാച്ച് പുരസ്കാരങ്ങൾ അദ്ദേഹത്തിനുണ്ട്. പക്ഷെ പെർസെന്റേജിന്റെ കാര്യത്തിൽ അദ്ദേഹം പിറകിലാണ്. 24.2% അദ്ദേഹത്തിന്റെ പെർസെന്റേജ് വരുന്നത്. അഞ്ചാം സ്ഥാനത്ത് കിലിയൻ എംബപ്പെ വരുന്നു. 342 മത്സരങ്ങളിൽ 82 മത്സരങ്ങളിൽ അദ്ദേഹം ഇപ്പോൾ ഈ ഒരു ഏറ്റവും മികച്ച താരത്തിനുള്ള പുരസ്കാരം സ്വന്തമാക്കിയിട്ടുണ്ട്. ആറാം സ്ഥാനത്ത് ഏർലിംഗ് ഹാലൻഡ് 181 മത്സരങ്ങളിൽ നിന്ന് 39 മത്സരങ്ങളിൽ മാൻ ഓഫ് ദി മാച്ച് പുരസ്കാരം സ്വന്തമാക്കി. അതുപോലെ തന്നെ ഏഴാം സ്ഥാനത്ത് ഹാരി കെയ്ൻ വരുന്നു. 463 മത്സരങ്ങളിൽ നിന്ന് 98 മാൻ ഓഫ് ദി മാച്ച് പുരസ്കാരങ്ങൾ. പക്ഷെ അദ്ദേഹത്തിന്റെ പെർസെന്റേജ് കുറവാണ്. 21.2% മാത്രമാണ് ഈ ഒരു മാൻ ഓഫ് ദി മാച്ചിന്റെ ശതമാനമായി കൊണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം 7ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടിട്ടുള്ളത്. 8ാം സ്ഥാനത്ത് ആര്യൻ റോബൻ, 9ാം സ്ഥാനത്ത് കെവിൻ ഡിബ്രൂയിന, 10ാം സ്ഥാനത്ത് ഈഡൻ ഹസാർഡ് എന്നിങ്ങനെയാണ് വരുന്നത്. ഏതായാലും ലയണൽ മെസ്സിയും ക്രിസ്ത്യാനോ റൊണാൾഡോയും നെയ്മർ ജൂനിയറും ഒക്കെ ഫുട്ബോൾ ലോകത്ത് എത്രത്തോളം ഇമ്പാക്റ്റ് ഉണ്ടാക്കി എന്നുള്ളതിന്റെ തെളിവുകളാണ് ഈ കണക്കുകൾ. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണാം.